ഇത്തവണത്തെ എൻ്റെ യാത്ര സ്റ്റുഡൻസ് ഗ്രൂപ്പിനൊപ്പമാണ്. കുട്ടികൾ ബസ്സിൽ നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പുഴകളൊക്കെ താണ്ടി കർണാടകത്തിലെ ഒരു പഴയ പട്ടണമായ ബേലൂരിലെത്തി നിൽക്കുകയാണ്. ബേലൂരിലെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഞങ്ങളുടെ ടീം നിൽക്കുന്നത്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ബേലൂർ ചെന്നകേശവ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. ഞാൻ ഒരിക്കൽ ഈ ബേലൂർ ടെമ്പിൾ കാണാനായിട്ട് വന്നതാണ്. ബേലൂരും ഹാലേബീഡും കാണാൻ വന്നതാണ്. പക്ഷേ അന്ന് എനിക്ക് സാധിച്ചില്ല. കാരണം ഒരു വലിയ ട്രാജഡി സംഭവിച്ചു. എൻ്റെ ഫോൺ മോഷണം പോയി. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കത് സാധിച്ചു. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ ചിത്രകലയും ഒക്കെ നിങ്ങളെ കാണിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്നോടൊപ്പം പോരൂ. ചെന്നകേശവ അല്ലെങ്കിൽ വിജയനാരായണ ക്ഷേത്രം കർണാടക സംസ്ഥാനത്തെ ഹാസൻ ജില്ലയിലെ ബേലൂർ പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 12-ാം നൂറ്റാണ്ടിൽ വിഷ്ണുവിന് വേണ്ടി പണി കഴിപ്പിച്ച ഒരു ഹിന്ദു ക്ഷേത്രമാണ് ചെന്നകേശവ. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ആദ്യകാല തലസ്ഥാനമായ ബേലൂരിലെ യാഗച്ചി നദിയുടെ തീരത്ത് AD 1117 വിഷ്ണുവർദ്ധൻ രാജാവാണ് ഇത് പണി കഴിപ്പിച്ചത്. 3 തലമുറകളിലായി നിർമ്മിച്ച ഈ ക്ഷേത്രം പൂർത്തിയാക്കാൻ 103 വർഷമെടുത്തു. എനിക്ക് പുറകെ കാണുന്നതാണ് ചെന്നകേശവ ടെമ്പിൾ. ഇതിന് 900 അല്ലെങ്കിൽ 1000 വർഷത്തെ പഴക്കം കണക്കാക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. വളരെ മനോഹരമായ കൊത്തുപണികൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൊത്തുപണികൾ കാണാം. പല യുദ്ധങ്ങളിലും ഇത് ആവർത്തിച്ച് കേടുപാടുകൾ സംഭവിക്കുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ആവർത്തിച്ച് പുനർനിർമ്മിക്കുകയും നന്നാക്കുകയും ചെയ്തു. ഹാസൻ നഗരത്തിൽ നിന്ന് 35 കിലോമീറ്ററും ബംഗളൂരുവിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്ററുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ചെന്നകേശവ എന്നാൽ സുന്ദരനായ കേശവൻ എന്നാണ് അർത്ഥം. ഈ ക്ഷേത്രം അതിൻ്റെ വാസ്തുവിദ്യ, ശില്പങ്ങൾ, ശിലാലിഖിതങ്ങൾ, ചരിത്രം എന്നിവയാൽ വളരെയേറെ ശ്രദ്ധേയമാണ്. 12-ാം നൂറ്റാണ്ടിലെ ജീവിതരംഗങ്ങൾ, നർത്തകർ, സംഗീതജ്ഞർ, അതുപോലെ രാമായണം, മഹാഭാരതം, പുരാണങ്ങൾ തുടങ്ങിയ ഹിന്ദു ഗ്രന്ഥങ്ങളുടെ ചിത്രീകരണ വിവരണം എന്നിവ നിരവധി ഫ്രേസുകളിലൂടെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ ഹൊയ്സാല കാലഘട്ടം ഏകദേശം 1000 CEയിൽ ആരംഭിച്ച് 1346 CE വരെ തുടർന്നു. ഈ കാലയളവിൽ അവർ 958 കേന്ദ്രങ്ങളിലായി ഏകദേശം 1500 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. 1117 തലക്കാട്ട് യുദ്ധത്തിൽ ചോളന്മാരെ തോൽപ്പിച്ചതിൻ്റെ സന്തോഷസൂചകമായി ഹൊയ്സാല ചക്രവർത്തിയായ വിഷ്ണുവർദ്ധനാണ് അതിമനോഹരമായ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയ്ക്ക് താഴെയായിട്ടാണ് കണ്ണാടിയുമായി നിൽക്കുന്ന സുന്ദരി രൂപം കൊത്തിവെച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്യുന്ന ഒട്ടേറെ രൂപങ്ങൾ ക്ഷേത്ര ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ജൈനമതത്തിൽ നിന്ന് ഹിന്ദുമതത്തിലേക്ക് മാറിയതുകൊണ്ട് ജൈന ക്ഷേത്രത്തിൽ കാണുന്നത് പോലെയുള്ള തൂണുകൾ ഒക്കെ ഇവിടെയും കാണാം. 64 മൂലകളും 4 പ്രവേശന കവാടങ്ങളും 48 തൂണുകളുമായി ശില്പഭംഗി നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു നക്ഷത്രം പോലെ ആയിരിക്കും ഈ ക്ഷേത്രം കാണപ്പെടുന്നത്. താൻ യുദ്ധത്തിൽ മരിച്ചുപോയാൽ വിവാഹം കഴിക്കുന്ന സ്ത്രീ വിധവയായി കഴിയേണ്ടി വരുമെന്ന കാരണത്താൽ വിവാഹമേ വേണ്ടെന്ന് വെച്ച വിഷ്ണുവർദ്ധനെ അദ്ദേഹത്തിൻ്റെ അമ്മ അതീവ സുന്ദരിയും നർത്തകിയുമായ ശാന്തളാദേവിയെ കണ്ട് ഇഷ്ടപ്പെട്ട് മകന് അനുരൂപയായ വധു ഇവൾ തന്നെയാണെന്ന് നിശ്ചയിച്ചു. അവർക്ക് കൊട്ടാരത്തിൽ നൃത്തം ചെയ്യാനുള്ള അവസരവും കൊടുത്തു. നൃത്തം കണ്ട് മോഹിച്ച വിഷ്ണുവർദ്ധൻ അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു എന്നാണ് വാമൊഴി. കരിങ്കല്ലിൽ പണിതീർത്ത ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് 42 അടിയും 15 ടൺ ഭാരവുമുള്ള ഒറ്റ കല്ലിലുള്ള ഗ്രാവിറ്റി പില്ലർ മറ്റൊരു അത്ഭുതമായി നിലകൊള്ളുന്നു. ഈ സ്തംഭത്തിൻ്റെ 3 മൂലകൾ മാത്രമേ തറയിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളൂ. It's an architectural marvel. Really amazing. I did not see this type of an architecture in any other Indian temples. I did not go to Khajuraho, but I have traveled to so many other places, so many other temples, but these type of special carvings I did not see anywhere. So this is very special, and this is Hoysaleshwara style of architecture, and they have used a different type of black stone also for this type of carvings. So that is a speciality here, and minute leaf and flowers are also carved here very beautifully. That is the main attraction of this Chennakeshava temple. There is one more temple, Halebeed temple, that is more beautiful than this Chennakeshava, but I did not go there. I have a plan to go there
Chennakeshava temple is also good, but Halebeedu is more better than Chennakeshava temple. So imagine how much beautiful it will be. Okay, so one day we will go there also. So I think you liked this very beautiful, marvelous temple architecture of Hoysala. ചന്തലാദേവിയുടെ സൗന്ദര്യമാണ് ഈ ശില്പങ്ങളുടെയും അടിസ്ഥാനമെന്നാണ് കരുതപ്പെടുന്നത്. ചെന്നകേശവ ക്ഷേത്രത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള 38 സ്ത്രീരൂപങ്ങളുണ്ട്. ശിലാബാലികമാർ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. ക്ഷേത്രത്തിനകത്തുമുണ്ട് ഇത്തരം രൂപങ്ങൾ. ദർപ്പണസുന്ദരി, ശുഖഭാഷിണി, ബസന്തക്രീഡ, കീരവാണി, കേശശൃംഗാരം, മയൂരശിഖ തുടങ്ങി നിരവധി പേരുകളിലുള്ള സാലഭഞ്ജികകളെ ഈ ശില്പങ്ങളിൽ നമുക്ക് കാണാനായി സാധിക്കും. കല്ലുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ബെയറിങ്ങുകളിൽ കറങ്ങുന്ന രീതിയിലാണ് ദശാവതാര തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ ഇപ്പോൾ അത് കറക്കാൻ അനുവദിക്കാറില്ല. ഹൊയ്സാല രാജവംശത്തിലെ ആദ്യത്തെ രാജാവായ സാലസിംഹവുമായി യുദ്ധം ചെയ്യുന്ന ഹൊയ്സാല രാജ്യത്തിൻ്റെ രാജകീയ മുദ്രയായ ശില്പവും ഇവിടെ കാണാം. ഇങ്ങനെ കോണിച്ച് ചില ഭാഗങ്ങളിലുള്ളിലേക്ക് വന്നിട്ട് അങ്ങനെ ആ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ വന്നിരിക്കുന്നത്. നല്ല വെയിലാണ്. എനിക്ക് നിങ്ങളോട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് അറിയില്ല. നമുക്ക് ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് കാർവിങ്സ്, സോ ബ്യൂട്ടിഫുൾ. 1000 years old temple. By layer it is different animals. വ്യത്യസ്തമായ ആനിമൽസാണ് നമുക്ക് ഓരോ ലെയറിലും കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം ആന, പിന്നെ സിംഹം, പിന്നെ എനിക്ക് തോന്നുന്നത് കുതിരയാണ്. കുതിര, അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും വേറൊരു വ്യാളി രൂപമാണ്, പിന്നെ ഒരു മനുഷ്യൻ്റെ രൂപമാണ് കാണുന്നത്. അങ്ങനെ പോയിട്ട് മേളിലോട്ട് കണ്ടില്ലേ, പല പല രൂപങ്ങളാണ് കുത്തിവെച്ചിരിക്കുന്നത്. എന്തായാലും ഭയങ്കര ഒരു ആർക്കിടെക്ചർ തന്നെയാണ് ഇത്. ഒരു ആർക്കിടെക്ചറൽ മാർവൽ അല്ലെ ആർക്കിടെക്ചറൽ വണ്ടർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. The Chennakeshava temple in Belur and Somnathpura along with other Hoysala kingdom structures were destroyed during attacks in the early 14th century, primarily by Malik Kafur, Alauddin Khilji's general in 1311, and later by Muhammad bin Tughlaq in 1326. Malik Kafur, a commander of the Delhi Sultanate ruler Alauddin Khilji, led the initial attacks and plundered the Hoysala empire, including the Chennakeshava temples in Belur and Somnathpura. മുകളിലോട്ട് നോക്കിയത് ആ നരസിംഹത്തിൻ്റെ ശില്പത്തിന് ചങ്ങല കൊടുത്തിരിക്കുന്ന കണ്ടോ, നോക്കൂ ചങ്ങല, അത് കല്ലിൽ തീർത്തിരിക്കുകയാണ് ചങ്ങല. അപ്പോൾ ഓരോ ശില്പത്തിനും അതുപോലെയാണ് ഡീറ്റെയിലിംഗ് ചെയ്തിരിക്കുന്നത്. In 1326, Muhammad bin Tughlaq's forces further destroyed the remaining structures of the temples. Some parts of the temples were later restored by Vijayanagara kings and later by Wadayars of Mysore. These attacks had a significant impact on the Hoysala kingdom, leading to the destruction of temples and other structures. അങ്ങനെ ചെന്നകേശവ ടെമ്പിളിനോട് വിട പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത സ്ഥലമായിട്ടുള്ള കൂർഗിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതിലേക്കും ബൈ.